ബാലി ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡാണ്. അവിടേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോകണം, ഒരു 5 days. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറി നേരെ വിയറ്റ്നാമിലെ ഹോജിമിൻ എയർപോർട്ടിൽ നിന്നൊരു ട്രാൻസിറ്റ് ആയിട്ടാണ് നമ്മൾ DPS എയർപോർട്ട് ബാലിയിൽ പോകുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, വിയറ്റ് എയർ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വിയറ്റ്നാമിലേക്ക്. അവിടെ നിന്ന് പിന്നെ ബാലിയിലേക്ക് ട്രാൻസിറ്റ്. അങ്ങനെ ബാലി എയർപോർട്ടിലെത്തി. ബാലി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ഐലൻഡാണ്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി അതൊരു കൊച്ചിൻ എയർപോർട്ടിൻ്റെ അതേ ഒരു സിമിലർ എയർപോർട്ടാണ്. അവർ നമ്മൾ കേരള സ്റ്റൈലിലെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻസൈഡ് അവർ ബാലി മുഴുവനും കേരളത്തിലെ കാലാവസ്ഥ, കേരളത്തിലെ അതേ മരങ്ങൾ, അതേ റോഡ്, എല്ലാം സിമിലർ ടു കേരള. അപ്പോൾ നമുക്കൊരു ഫീലിങ്ങൊന്നും തോന്നില്ല. പിന്നെ അവിടെ കാഴ്ചകൾ കുറച്ചൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൈഡും കാര്യങ്ങളുണ്ട്. ട്രാവലിസ്റ്റ് എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻകാരത്തി ഒരു ഗൈഡാണത്. ഒരു ഗാർലാൻഡ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ പാലപ്പൂവില്ലേ, പക്ഷേ അവിടുത്തെ പാലപ്പൂ നല്ല സ്മെല്ലാണ്. ഞാൻ വിചാരിച്ചു അത് ചെമ്പകാണെന്ന്, പക്ഷെ പാലപ്പൂവിന് നല്ല സ്മെല്ലാണ്. ആ പാലപ്പൂവിൻ്റെ ഒരു മാല ഉണ്ടാക്കി സ്വീകരിച്ച് ആണ് നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ പോകുന്നത്. ഒരു 19 പേരിലൊരു ഗ്രൂപ്പാണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പ് മാനേജർ അനു, അതുമാതിരി മെലീഷ എന്നുള്ള ഗൈഡ്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരു 5 days പോയതറിഞ്ഞില്ല. ഫാന്റാസ്റ്റിക് ട്രിപ്പ്, ഒരു ചേഞ്ച്, ഇത്രേ ഉള്ളൂ. ഓക്കെ, മറ്റേ വഴിയിലെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് അസ്റ്റൻകൂട്ട എന്നുള്ള ഹോട്ടലിലാണ്. കൂട്ട എന്നുള്ള സ്ഥലത്താണ് ഈ ഹോട്ടലുള്ളത്. എന്താ നോക്കുന്നത്? ഞാൻ വെറുതെ നോക്കിയാൽ പിന്നെ അസ്റ്റൻകുട്ട എന്നുള്ളതൊരു 4 star ഹോട്ടലാണ്. പിന്നെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോണ്ടിനെൻ്റലല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ടൂറിന് പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഉച്ചവരെ ഒന്നും നോക്കണ്ട. അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൂർ തുടങ്ങുന്നത്. Benoa Beach is famous for water sport activity. Okay, so many spot for water sport activity there. But now we are going to dolphin water sport activity. Okay, and then for activity like scuba diving, parasailing, paragliding, underwater sea walker, and then Turtle Island also is there. You can take extra from there. You can see. ഇത് നമ്മളെ ഗ്രൂപ്പിലെ സിജു മമ്മിയും ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിജു. ഈ വാസ് വിത്ത് മീ ഫുൾ ടൈം.
ഇതാണ് സിജുവിൻ്റെ അമ്മ. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ അനു, ടൂർ മാനേജർ, ട്രാവലേഴ്സ് കൊച്ചിയൻ. ഇതാണ് ബനുവ ബീച്ച്, ഫേമസ് ഫോർ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്. എല്ലാവിധ ആക്ടിവിറ്റീസ്, പാരാഗ്ലൈഡിങ്, അതുപോലെ അണ്ടർ വാട്ടർ സ്നോർക്കലിങ്, നമ്മൾ അണ്ടർ വാട്ടർ വാക്കിങ്, അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റീസുള്ള സ്ഥലമാണ്. ബനാന റൈസ്, നമ്മളെല്ലാവരും ഒരു ബനാന റൈസ് പോകുന്നതാണ് കാഴ്ച. അത് ഇവിടുന്ന് 3 വരും. ഇതാ നമ്മളെ കൂടെ പോയവര് വരുന്നു. ആ കൂളിംഗ് ഗ്ലാസ്